ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷൻ, അതായത് 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കുന്ന കൗൺസിലിംഗ് അറ്റ് നോഡൽ പോളിടെക്നിക് കോളേജിൽ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾ ചെല്ലേണ്ട സമയക്രമവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 4 ജില്ലകളുടെയാണ് വന്നുള്ളത്. അപ്പോൾ 4 ജില്ലകളുടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് കോട്ടയം ജില്ലയിലുള്ള ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിൽ 15-16 തീയതികൾ, ജൂലൈ 15-16 തീയതികളിലാണ് നടക്കുന്നത്. ഈ തരത്തിലുള്ള സമയക്രമത്തിലാണ് നടക്കുന്നത്. നോഡൽ പോളിടെക്നിക് കോളേജായിട്ടുള്ള കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നിങ്ങൾ ഫണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട് നിങ്ങൾ ഈ കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ കോട്ടയം ജില്ല കൊടുത്തിട്ടുള്ള ആളുകൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്പീഡ് കുറച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ 15/7/2025 ഈ കാണുന്ന സമയക്രമത്തിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ റാങ്ക്, ആ റാങ്കിന് തന്നിട്ടുള്ള സമയം, അതായത് നിങ്ങൾ നോക്കേണ്ടത് 8 AM to 8:30 AM 1 മുതൽ 1500 വരെ റാങ്കുള്ള ആളുകൾ അവിടെ ഹാജരായിരിക്കണം, അതായത് അവിടെ എത്തിയിരിക്കണം. എങ്കിലാണ് നിങ്ങളുടെ അഡ്മിഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നടക്കുക. അപ്പോൾ എല്ലാ കോളേജിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പിന്നെ ഈ കോളേജിൽ നിന്ന് മാത്രമല്ല, എല്ലാ കോളേജിലും നിങ്ങളുടെ റാങ്കിൻ്റെ ടൈമിങ് എപ്പോഴാണോ പറഞ്ഞിട്ടുള്ളത് ആ റാങ്കിൻ്റെ ടൈമിങ്ങിൽ തന്നെ നിങ്ങൾ എത്തുക. അതിലൊരു വിട്ടുവീഴ്ചയും കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾ ആ കറക്റ്റ് ടൈം മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ 15-ാം തീയതിയിലുള്ള സമയക്രമവും കാര്യങ്ങളും നോക്കുക, നിങ്ങളുടെ റാങ്ക് ഏതാ നോക്കുക, റാങ്കിൻ്റെ ടൈമിൽ നിങ്ങൾ എത്തുക. അതേ കണക്കിന് 16-ാം തീയതിയിലും നിങ്ങളുടെ റാങ്ക് ഏതാ നോക്കുക, റാങ്കിൻ്റെ ടൈമിൽ നിങ്ങൾ എത്തുക. പിന്നെ സ്ട്രീം 2-ൽ രജിസ്റ്റർ ചെയ്തുള്ള ആളുകൾക്ക് ഉള്ള ടൈമിങ്ങും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടാമതായിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 16, 17, 18 തീയതികളിലാണ് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് ഗവൺമെൻറ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ നിങ്ങൾ തിരുവനന്തപുരം സെൻറ്റർ വെച്ച ആളുകൾ താഴെ പറയുന്ന സ്ട്രീം 1കാർക്കുള്ള ടൈമിങ്ങിലും അതുപോലെ സ്ട്രീം 2കാർക്കുള്ള ടൈമിങ്ങിലും കറക്റ്റായിട്ട് തന്നെ എത്തുക. അപ്പോൾ എല്ലാ കോളേജിലും കോമൺ ആയിട്ട് പറയുന്ന കാര്യം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകുക. നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ എത്ര വരും എന്നുള്ളത് നിങ്ങൾ അവിടുത്തെ ഹെൽപ്പ് ഡെസ്കിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലതിൽ ഈ ഒരു സർക്കുലറിൽ തന്നെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, ഫണ്ടിൻ്റെ കാര്യം റെഡിയാക്കുക. പിന്നെ ഇതിൽ പറയുന്ന കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അവിടെ എത്തുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പീഡൊന്ന് കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് വായിക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് വായിച്ച് വിട്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് വായിച്ച് വിടാത്തത്. അപ്പോൾ 16/7 ഓരോ ജില്ലയിലും ഓരോ കോളേജിലും ഡേറ്റുകളും വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റുകൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. കോമൺ ആയിട്ട് എല്ലാ ഡേറ്റിലും എല്ലാ കോളേജിലും ഒരേപോലെ അല്ല നടക്കുന്നത്. അപ്പോൾ ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ 16-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന ആ ഒരു ടൈമിങ് നിങ്ങൾ നോക്കുക. അതേ കണക്കിന് 17-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന ടൈമിങ്ങും കാര്യങ്ങളും നോക്കുക. ഇത് സെൻട്രൽ പോളിടെക്നിക് കോളേജ്, വട്ടിയൂർക്കാവുള്ള സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രീം 1കാരുടെ മുകളിലും സ്ട്രീം 2കാരുടെ താഴെയുണ്ട്. അപ്പോൾ ഈ 2 കാറ്റഗറിയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകൾ അത് കറക്റ്റായിട്ട് നോക്കുക. നിങ്ങളുടെ സമയം കാര്യങ്ങളും കറക്റ്റ് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ആ ഒരു ഡീറ്റെയിൽസ് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ടൈമിംഗ് ആണ്. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സമയക്രമം അനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ എത്തുക. അതുപോലെ തന്നെ പങ്കെടുക്കുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും SSLC, THLC, VHSC, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഒഴിവുകളെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ വാർഷിക വരുമാനം, അതായത് നിങ്ങൾ ഈ ഫണ്ടിൻ്റെ കാര്യം പ്രത്യേകം നോക്കണം. ഓരോ സർക്കുലറിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ ഹെൽപ്പ് ഡെസ്ക് ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും. പിന്നെ ഫണ്ടെല്ലാം ഒരുവിധം എല്ലായിടത്തും QR കോഡ് ഉപയോഗിച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. പിന്നെ ഇത് പറയുന്നത് പുനലൂർ, നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ആ ഒരു ഈ പറയുന്ന കൗൺസിലിംഗ് ആയിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഏതായിരുന്നു, തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്നത് കൊല്ലം ജില്ലയിലുള്ളതാണ്. അതായത് കൊല്ലം ജില്ലയിലുള്ള ഇത്രയും പോളിടെക്നിക് കോളേജ്, ഇപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന പോളിടെക്നിക് കോളേജുകളുടെ പേരൊക്കെ ഈ കൊല്ലം ജില്ലയിലുള്ള പോളിടെക്നിക് കോളേജുകളുടെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ, കൊല്ലം ജില്ലയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ ജില്ലാ കൗൺസിലിംഗ് അഡ്മിഷനും 16/7/2025, 17/7/2025, 18/7/2025 എന്നീ തീയതികളിലായി ജില്ലയുടെ നോഡൽ പോളിടെക്നിക്കായ
പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ നടക്കുന്നത്. അതായത് പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിലാണ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് കൊല്ലം ജില്ലയിലുള്ള ആളുകൾക്കുള്ള, ഇത്രയും കൊല്ലം ജില്ലയിലെ പോളിടെക്നിക് കോളേജുകൾക്കുള്ള ഈ ഒരു കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ നോക്കുക. അതുപോലെ തന്നെ ഓരോ ഡേറ്റിലും ഏത് ടൈമിംഗ് ആണ്, ഇപ്പോൾ സമയക്രമം അടക്കം വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയക്രമവും തീയതികളും കോളേജുകളുടെ പേരുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നോക്കുക. അവിടെ നിങ്ങൾ എത്താൻ മാക്സിമം ശ്രമിക്കുക എന്നല്ല, നിങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ എത്തുക. അപ്പോൾ 16-ാം തീയതിയിലുള്ള ഒരു ടൈമിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഏത് റാങ്ക് വരെ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് റാങ്കോ ആയിക്കോട്ടെ, എത്ര 20,000 30,000 40,000 എന്നൊക്കെ റാങ്ക് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ റാങ്ക് എത്രയാണോ ആ റാങ്കിൻ്റെ ടൈമിങ്ങിൽ തന്നെ നിങ്ങൾ അവിടെ എത്തുക. അപ്പോൾ ഇതിലിപ്പോൾ 16, 17, 18 തീയതികളിൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇതിലേക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഏതൊക്കെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളെല്ലാം കൊടുക്കും. പിന്നെ ഹെൽപ്പ് ഡെസ്ക് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഹെൽപ്പ് ഡെസ്കിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ നിങ്ങൾ കൊടുക്കാം. പിന്നെ രജിസ്റ്റർ ചെയ്ത എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം രക്ഷിതാവുമായി മുകളിൽ പറയുന്ന സമയക്രമം അനുസരിച്ച് പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഹാജരാകേണ്ടതാണ്. സമയക്രമം പാലിക്കാത്ത വിദ്യാർത്ഥികളെ കൗൺസിലിങ്ങിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അഡ്മിഷൻ ലഭിക്കുന്ന പ്രോസ്പെക്ട്സ് നിർദ്ദേശിച്ചുള്ള ഫീസും കാര്യങ്ങളും കൊണ്ടുവരാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കളമശ്ശേരി പോളിടെക്നിക് കോളേജായിട്ട് ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് ആണ്. നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഈ പറയുന്ന കൗൺസിലിംഗ് നോക്കുന്ന ആളുകൾക്കുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. 2025 ജൂലൈ 15, 16, 17, 18 തീയതികളിലാണ് നടക്കുന്നത്. എവിടെ വെച്ചാൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലാണ് നടക്കുന്നത്. അപ്പോൾ എറണാകുളം ജില്ല കൊടുത്തിട്ടുള്ള ആളുകൾക്ക് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലാണ് നമുക്ക് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്, കൗൺസിലിംഗ് നോഡൽ പോളിടെക്നിക് കോളേജായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ടൈം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. 8 മുതൽ 9 വരെയുള്ളവർക്ക് എത്രയാണ്, 1 മുതൽ 2000 റാങ്ക് വരെയുള്ളവർക്ക്, അത് ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും 1 മുതൽ 2000 റാങ്ക് വരെയുള്ളവർക്ക് ചെല്ലാം. പിന്നെ സ്ലോട്ട് 2-ൽ നിങ്ങൾ 10, 12 മണി വരെ, 1:30 to 2:30 മണി വരെ ആ ടൈമിങ് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഏതൊക്കെ റാങ്കുകളിലായിരിക്കാണ് ചെല്ലേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ 2ാമത്തെ ഡേറ്റ് നോക്കുക, 3ാമത്തെ ഡേറ്റ് നോക്കുക. അപ്പോൾ ആ യഥാക്രമം നിങ്ങളുടെ റാങ്കിനനുസരിച്ച്, നിങ്ങളുടെ പറഞ്ഞിട്ടുള്ള ഡേറ്റിനനുസരിച്ച്, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എറണാകുളം ജില്ലയിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ ഒരു കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഹാജരാകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള രേഖകൾ പറയുന്നുണ്ട്. കോമൺ ആയിട്ട് എല്ലാ കോളേജിലും രേഖകളെല്ലാം സെയിമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള രേഖകളും കാര്യങ്ങളെല്ലാം എടുക്കാം. അതുപോലെ SSLC, VHS സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജാതി, വരുമാനം എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പ്രത്യേക കോട്ടയോ റിസർവേഷനോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ്, അഡ്മിഷൻ വേളയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾ എന്തായാലും ഉണ്ടാവണം. പിന്നെ വൈകി എത്തുന്ന അപേക്ഷകരെയും പരിശോധനയ്ക്ക് പങ്കെടുക്കാതിരിക്കുന്ന അപേക്ഷകരെയും അന്നേ ദിവസം അഡ്മിഷനായി പരിഗണിക്കുന്നതല്ല.